ബ്രൂണയില് 8 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷമാണ് നമ്മൾ ലാൻഡ് ചെയ്യുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മൂന്നാമത്തെ ഐലൻഡായ ബോർണിയോ ആണ് ഈ ഒരു ബ്രൂണയ്ക്ക് ചുറ്റുമായിട്ടുള്ളത്. ഈ ഒരു ഐലൻഡ് ആകട്ടെ ഷെയർ ചെയ്യുന്നതോ മലേഷ്യയും ഇന്തോനേഷ്യയും ബ്രൂണയും കൂടിയിട്ടാണ്. ഭൂമിയിലെ എക്വേറ്റർ ലൈനിലുള്ള ഒരു രാജ്യമായതുകൊണ്ട് തന്നെ 150 മില്യൺ വർഷത്തിലധികം പഴക്കമുള്ള റെയിൻ ഫോറസ്റ്റുകളും മലകളും പുഴകളും അതുമാത്രമല്ല മരങ്ങളും സ്പീഷീസ് വരെ വളരെ യുണീക്ക് ആയിട്ടുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ കാഴ്ച അതിമനോഹരമാണ്. കാരണം ബ്രൂണയുടെ 80% റെയിൻ ഫോറസ്റ്റ് ആണ്. ആലോചിക്കുക, ഒരു രാജ്യത്തിന്റെ 80% കാടുകൾ. നമ്മൾ നേരെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തത് ബന്ദർ സെരി ഭഗവാൻ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ്. കേൾക്കുമ്പോൾ ഒരു ഹിന്ദി പേരൊക്കെ ഫീൽ ചെയ്യാം. കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ ബന്ദർ എന്നാൽ പോർട്ട് എന്നാണ്. നമ്മൾ ഇന്ത്യയിലെ പോർട്ട് ബന്ദർ എന്നൊക്കെ പറഞ്ഞിട്ടില്ല, അതായത് ഒരു തുറമുഖ നഗരം. കേരളത്തിൽ നിന്ന് ബ്രൂണയിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ സിംഗപ്പൂർ വഴിയോ മലേഷ്യ വഴിയാണ് വരാൻ പറ്റുക. ഡയറക്റ്റ് ആയിട്ടുള്ള ഫ്ലൈറ്റ് ഒന്നും ഇന്ത്യയിൽ നിന്ന് ബ്രൂണയിലോട്ടില്ല. വളരെ ചെറിയൊരു എയർപോർട്ടാണ്, പക്ഷെ ഇത്രയ്ക്ക് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എയർപോർട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എയർപോർട്ടിൽ നിന്ന് തന്നെ ഞാൻ കുറച്ച് ബ്രൂണൈ ഡോളർ മാറ്റി. ഒരു ബ്രൂണൈ ഡോളർ എന്ന് പറയുന്നത് 2.72 ദിറംസ് ആണ്. അതായത് ഏകദേശം 62 ഇന്ത്യൻ റുപ്പീസ് കൊടുത്താലും മാത്രമാണ് നമുക്കൊരു ബ്രൂണൈ ഡോളർ കിട്ടുക. അത്രയ്ക്ക് പവർഫുൾ ആണ് കേട്ടോ ബ്രൂണൈ ഡോളർ. ബ്രൂണൈ എയർവേസിന്റെ സ്പോൺസർഷിപ്പിൽ വന്നതുകൊണ്ട് നമുക്ക് 72 മണിക്കൂർ ട്രാൻസിറ്റ് വിസയ്ക്ക് 5 ബ്രൂണൈ ഡോളേഴ്സ് ആണ് ആയത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്രൂണൈ വിസ മുൻകൂട്ടി എടുക്കുകയൊക്കെ വേണം. ഓൾമോസ്റ്റ് കേരളത്തിന്റെ പോലെയുള്ള ഒരു ഭൂപ്രകൃതിയും കാലാവസ്ഥയും വഴികളും കാഴ്ചകളും ഒക്കെ അതിമനോഹരമായിട്ടാണ് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതൊക്കെ. ധാരാളം മഴയുണ്ട്, നല്ല സൂര്യപ്രകാശമുണ്ട്, എവിടെയും പച്ചപ്പാണ് നമുക്ക് കാണാൻ പറ്റുന്നതൊക്കെ. എയർപോർട്ടിനോട് അടുത്തായിട്ടുള്ള ഒരു 4 സ്റ്റാർ ഹോട്ടലിലാണ് നമ്മൾ താമസിച്ചത്. അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം നമ്മളൊരു സിറ്റി ടൂറിന് പോവാണ്. ബ്രൂണയിലെ ഐക്കോണിക് ലാൻഡ്മാർക്ക് ആയിട്ടുള്ള ഒമർ അലി സൈഫുദ്ദീൻ മോസ്കും വേറെ ഒരുപാട് കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ വേറൊരു വേൾഡിലെ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള ഒരു സ്ഥലത്തോട്ട് പോവാണ്. അതിനു മുമ്പ് ബ്രൂണയെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ തരാം. എന്താണ് ബ്രൂണൈ എന്നുള്ളത്? ബ്രൂണൈ സുൽത്താനെ കുറിച്ച് കേൾക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല. ആഡംബരത്തിന്റെ അവസാന വാക്കായിട്ടാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നതൊക്കെ. സാമ്പത്തികമായിട്ട് വളരെയധികം മുന്നിൽ നിൽക്കുന്ന ഒരു ഏഷ്യൻ രാജ്യം. GDP പെർ ക്യാപിറ്റ പ്രകാരം ഏഷ്യയിലെ തന്നെ സിംഗപ്പൂരും ഖത്തറും UAEയും കഴിഞ്ഞാൽ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ഒരു രാജ്യം. എണ്ണയാണ് ഈ ഒരു രാജ്യത്തിന്റെ സമ്പത്ത്. ഈ ഒരു ഓയിൽ റിസർവ് കണ്ടിട്ടാണ് പണ്ട് ജപ്പാനും അതേപോലെ തന്നെ ബ്രിട്ടനൊക്കെ ഈ ഒരു രാജ്യം അധീനതയിലൊക്കെ വെച്ചതൊക്കെ. കിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും അധികം എണ്ണ നിക്ഷേപമുള്ള ഒരു രാജ്യമാണ് ബ്രൂണൈ. ഷെൽ എന്ന ഇന്റർനാഷണൽ ഓയിൽ കമ്പനി ഇവിടുന്ന് എണ്ണ എടുത്തോണ്ട് പോകുന്നു. അതിന്റെ പൈസ മുഴുവനും ഇവിടുത്തെ സുൽത്താന് കിട്ടാണ്. ഭൂമിക്കടിയിലെ എണ്ണ വലിയൊരു സമ്പത്തായിട്ട് ഇങ്ങനെ കിടക്കാണ്. അതുകൊണ്ട് തന്നെ ബ്രൂണൈ സുൽത്താന്റെ ആഡംബരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. 1980 വരെ ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ഒരു ആള്. 2008 ഫോബ്സ് മാസിക പ്രകാരം ലോകത്തിലെ 4ാമത്തെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ഒരു രാജാവ്. 1800ഓളം മുറികളുള്ള 2 മില്യൺ സ്ക്വയർ ഫീറ്റ് ഉള്ള ഇസ്താന നൂറിലിമാൻ എന്ന പാലസിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അതിന്റെ കോസ്റ്റ് എത്രയെന്നറിയോ? $4 ബില്യൺ. ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആയ ബുർജ് ഖലീഫ പണിയാനായിട്ട് വെറും $1.5 ബില്യൺ ആണെന്ന് പറയുമ്പോൾ മാത്രമാണ് ഇതിന്റെ വലുപ്പം നമുക്ക് മനസ്സിലാവുക. അദ്ദേഹത്തിന് 300ഓളം ഫെറാറികളുണ്ട്, 500ഓളം റോൾസ് റോയ്സ്, അങ്ങനെ 7000-ലധികം കാറുകൾ, ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് ജെറ്റ്. അതിനുള്ളിലെ പലതും സ്വർണം കൊണ്ടാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? എന്തായാലും ഇതിന്റെ ഒക്കെ ഉപകാരം അവിടെ താമസിക്കുന്ന ആളുകൾക്കും ഉണ്ട്. ഫ്രീ ആയിട്ടുള്ള ഹോസ്പിറ്റൽ, എഡ്യൂക്കേഷൻ, ഇനി പുറത്തൊരു ട്രീറ്റ്മെന്റിൽ പോകണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ചെലവിൽ പോകാൻ പറ്റും. അവിടുത്തെ സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ശരിക്കും നല്ലതാണ്. പെട്രോൾ ആണെങ്കിലോ വളരെ ചീപ്പും. 1.5 ആൾക്ക് ഒരു കാർ എന്ന കണക്കിലാണ് അവിടെ പോകുന്നത്. ആലോചിക്കുക, 1.5 ആളില് ഒരു കാർ കാണാൻ പറ്റും എന്നുള്ളതാണ്. ഇതൊക്കെയാണ് ബ്രൂണയിലെ ജനറൽ ആയിട്ടുള്ള ഒരു വിശേഷങ്ങൾ. ഇതിനുശേഷം നമ്മൾ നേരെ പോയത് വെനീസ് ഓഫ് ദി ഈസ്റ്റ് എന്ന് പറയുന്ന കാമ്പോങ് എയറിലോട്ടാണ്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ വാട്ടർ വില്ലേജ്. ഇവിടുത്തെ ലോക്കൽസിന്റെ വീട്ടിലൊക്കെ പോയി അവരുണ്ടാക്കിയ ഭക്ഷണമൊക്കെ കഴിച്ച് അവരുടെ ട്രഡീഷനൊക്കെ മനസ്സിലാക്കി നമ്മളിങ്ങനെ പോവാണ്. അവിടെ പള്ളിയുണ്ട്, ഹോസ്പിറ്റലുണ്ട്, പോലീസ് സ്റ്റേഷൻ ഉണ്ട്. അങ്ങനെ അവിടെ ഇല്ലാത്ത സൗകര്യങ്ങളില്ല. ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ഏകദേശം 10,000 പേരാണ് ഇവിടെ താമസിക്കുന്നത്. ഈ ഒരു സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് 1500 വർഷത്തിലധികം പഴക്കമുള്ള അവരുടെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും അവരവിടെ താമസിക്കുന്നതൊക്കെ. അതിനുശേഷം നമ്മളൊരു മാംഗ്രൂവ്സിലോട്ട് പോവാണ്. ഒരു 45 മിനിറ്റ് ബോട്ട് യാത്ര. ശരിക്കൊരു കാടിന്റെ ഉള്ളിൽ ആ ഒരു വെള്ളത്തിൽ നിറച്ച് മുതലകളാണ് കേട്ടോ. പിന്നെ ബോർണിയോയിലും അതേപോലെ തന്നെ ബ്രൂണയിലും മാത്രം കാണാൻ പറ്റുന്ന പ്രബോസസ് കുരങ്ങന്മാര്. നല്ല നീളം മൂക്കാണ് അവർക്ക്. വേറെയും ഒരുപാട് സ്പീഷീസിനെയും മൃഗങ്ങളെയും ഒക്കെ കണ്ടു. ഈ ഒരു കാഴ്ചകൾ കണ്ടുകൊണ്ട് നമ്മൾ നേരെ പോകുന്നത് ശരിക്കുള്ള റെയിൻ ഫോറസ്റ്റിലോട്ടാണ്. ഒരു അടിപൊളി അഡ്വഞ്ചറസ് യാത്ര. ഇതിന്റെ വിശേഷങ്ങൾ അടുത്ത പാട്ടിൽ പരിചയപ്പെടുത്താം.